രാജുവേട്ടാ, ഒരു ക്വസ്റ്റ്യൻ, പേഴ്സണൽ കുറച്ച് കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എല്ലാം ചോദിക്കാം. കൊറേ ആരാധികമാരുണ്ടോ? എനിക്കറിയില്ലണ്ടോ. ശരി, ഇപ്പൊ വിവാഹത്തിന് മുമ്പേ കുറെ അപ്രോച്ചസ് കാണും, അതിൽ തന്നെ കുറെ ലെവൽസും കാണും ആരാധികമാരുടെ. ഈ കൂടിയ ലെവല് കാണും, അതായത് ഈ പ്രേമനൈരാശ്യം വന്ന് ചങ്ങലക്കൊക്കെ ഇടേണ്ട അവസ്ഥയും കാണും. ചിലവരുണ്ടാവും ഒരു ആരാധനയും കാണില്ല, എന്നാൽ വെറുതെ ഭയങ്കര ആരാധനയാന്ന് കാണിക്കും. ഇപ്പൊ വിവാഹത്തിന് ശേഷം ചിലവര് പ്രണയാഭ്യർത്ഥനകളായി വരാറുണ്ടോ? ഞാന് ഈ വിവാഹത്തിന് മുൻപും അതെ, ഞാൻ ഈ സ്വപ്നക്കൂടൊക്കെ അഭിനയിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ചാക്കോച്ചനൊക്കെ അനിയത്തിപ്രാവൊക്കെ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി രക്തത്തിൽ സ്വന്തം രക്തത്തിൽ അല്ലെങ്കിൽ സ്വന്തമെന്ന് അവകാശപ്പെടുന്ന രക്തത്തിൽ ഒരു കത്ത് എഴുതി അയച്ചിട്ടുണ്ട്. അത്രയും ഒരു എക്സെൻട്രിസിറ്റിയിൽ നിൽക്കുന്ന പ്രേമാഭ്യർത്ഥനകളൊക്കെ കിട്ടിയിട്ടുള്ള നടന്മാരാണ് കുഞ്ചാക്കോ ബോബനൊക്കെ. എനിക്കൊന്നും അങ്ങനൊരു ആരാധികയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനൊരു അപ്പൊ എന്താണ് ശരിക്കും പബ്ലിക്കിൽ ഞാനൊരു പ്രപ്പോസൽ നടത്താം, ഐ ലവ് യു എന്ന് പറയുകയാണെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? പറയൂ ഐ ലവ് യു എന്ന് പറയൂ കുട്ടി, ഐ ലവ് യു എന്ന് പറയൂ. കണ്ടോ ആ കുട്ടിക്ക് അതാണ്. പറയൂ. കോളേജിന്റെ മാനം കളയരുത്. ഐ ലവ് യു. ഐ ലവ് യു ടു. രാജു നോക്കിക്കോണം, രാജു തിരിച്ച് രണ്ടുപേരെ പ്രേമിക്കുന്നുണ്ടെന്ന്. ഐ ലവ് യു ടു. ഓക്കെ, നമുക്ക് ഏകദേശം നമ്മളുടെ ഇന്നത്തെ ഈ സെഷൻ ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. രഞ്ജേട്ടാ, ഒരു ചോദ്യം എനിക്ക് ഇവരോട് ചോദിക്കാം. 2012 ഗോവിന്ദൻകുട്ടി നായകനായ ഒരു സിനിമ ഇറങ്ങുകയാണെങ്കിൽ ഇറങ്ങേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ തയ്യാറാണ്? ഈ ഷോ കൊണ്ടൊക്കെ ഇയാൾ ഉദ്ദേശം നടന്നല്ലോ അല്ലേ? കൺഗ്രാറ്റുലേഷൻ. എനിക്ക് വാക്കുകളില്ല. ഗോവിന്ദൻകുട്ടിക്കോ? നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. ഗൂട്ടി ഷോയുടെയും ഈ കോളേജിന്റെയും വളരെ അവിസ്മരണീയമായ നിമിഷങ്ങളായിരുന്നു കുറെ നേരങ്ങളായി ഇവിടെ നടന്നത്. ഞാൻ ഗുരുതുല്യനായി കാണുന്ന ആളാണ് രഞ്ജേട്ടൻ. ഞാൻ രഞ്ജേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, രഞ്ജേട്ടൻ്റെ ഏകലവ്യ ശിഷ്യന്മാരിലൊരു ശിഷ്യനാണ് ഞാനെന്ന് പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ രഞ്ജേട്ടൻ അത് അംഗീകരിച്ചിട്ടില്ല. ജീവിതത്തിൽ ചെറുപ്പക്കാർക്ക് ഏറ്റവും അധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരാളാണ് രാജു. രാജുവിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി, രാജു എല്ലാത്തിനെയും വളരെ ജെനുവിനായി സിൻസിയറായി അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാര്യമാണ് രാജുവിൻ്റെ വ്യത്യാസം. നമ്മൾ ഈ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ രഞ്ജേട്ടാ, ഇവിടുത്തെ കുട്ടികൾ തന്നെ ഇന്ത്യൻ റുപ്പിയുടെ 100 ദിവസം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യൻ റുപ്പിയിലെ പാട്ട് ആരെങ്കിലും പാടോ? യെസ് പ്ലീസ്, പാടിക്കോളൂ. ഈ പുഴയും സന്ധ്യകളും നീലമിഴികളുകളും ഓർമ്മകളിൽ പീലി നീട്ടി ഓടിയെത്തുമ്പോൾ പ്രണയിനി നിൻ സ്മൃതികൾ. ഈ പുഴയും സന്ധ്യകളും നീലമിഴിതളുകളും ഓർമ്മകളിൽ പീലി നീട്ടി ഓടിയ
സ്മൃതികൾ ഈ പുഴയും സന്ധ്യകളും പ്രണയിനിയുടെ ചുണ്ടുകൾ ചുംബനം കൊതിക്കവേ ചന്ദ്രലേഖമുകിലിനോടെന്ത് ചൊല്ലി അറിയുമോ പ്രണയിനിയുടെ ചുണ്ടുകൾ ചുംബനം കൊതിക്കവേ ചന്ദ്രലേഖമുകിലിനോടെന്ത് ചൊല്ലി അറിയുമോ പൂനിലാവിൻ മണിയറ സഖികളായി താഴവെന്തമാകവേ പകർന്നു തന്ന ലയലഹരി മറക്കുമോ ആ ലയലഹരി മറക്കുമോ പുലരിയിൽ നിൻമുഖം തുടുതുടുത്തതെന്തിനോ ഈ പുഴയും സന്ധ്യകളും നീലമിഴികളുകളും ഓർമ്മകളിൽ തീലി നീർത്തി ഓടിയെത്തുമ്പോൾ പ്രണയിനി നിൻ സ്മൃതികൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയുടെ 100 ദിവസം ഇങ്ങനെ ആഘോഷം. ഇത് വളരെ ജനകീയമാണ്. ഒരു ഗുരുവും ശിഷ്യനും പിന്നെ